കന്യാസ്ത്രീകൾക്ക് ജാമ്യം കിട്ടിയെങ്കിലും ബി.ജെ.പിയോടുള്ള അമർഷം സഭയ്ക്കുള്ളിൽ പുകയുന്നു. അറസ്റ്റിൽ പ്രതിഷേധിച്ച ഇരിങ്ങാലക്കുട രൂപതയിലെ പള്ളികളിൽ ഇടയലേഖനം വായിച്ചു. ബി.ജെ.പിയെ പിന്തുണച്ച ആർച്ച് ബിഷപ്പ് ജോസഫ് പാംപ്ലാനിക്കെതിരെ ഇരിങ്ങാലക്കുട രൂപത അധ്യക്ഷൻ പോളി കണ്ണുക്കാടൻ രംഗത്ത് വന്നു. കോഴിക്കോട്ട് സംഘടിപ്പിച്ച പ്രതിഷേധ പരിപാടിയിൽ നിന്ന് താമരശ്ശേരി രൂപത വിട്ടുനിന്നു. കന്യാസ്ത്രീകളുടെ അറസ്റ്റോടെ ക്രൈസ്തവ സമൂഹത്തിൽ ഉണ്ടായ മുറിവുണക്കാൻ വേണ്ടി പെടാപ്പാട് പെടുകയാണ് ബി.ജെ.പി. എന്നാൽ ബി.ജെ.പിയുടെ ഇരട്ടത്താപ്പ് ബോധ്യപ്പെട്ടു എന്നാണ് ക്രൈസ്തവ മതമേലധ്യക്ഷന്മാർ പറയുന്നത്. ജാമ്യം കിട്ടിയെങ്കിലും കേസ് NIAക്ക് പോകുന്നതും ഛത്തീസ്ഗഡ് സർക്കാരിന്റെ നിലപാടുമെല്ലാം ക്രൈസ്തവ സമൂഹത്തിന് ആശങ്കയുണ്ടാക്കുന്നതാണ് എന്നാണ് വിവിധ സഭകളുടെ നിലപാട്. പഴയ പോലൊരു സമീപനം ബി.ജെ.പിയോട് ഇനി വേണ്ടതില്ല എന്നാണ് ഭൂരിപക്ഷം സഭാധ്യക്ഷന്മാരും പറയുന്നത്. അറസ്റ്റിൽ പ്രതിഷേധിച്ച് ഇരിങ്ങാലക്കുട രൂപതയുടെ പള്ളികളിൽ ഇടയലേഖനം വായിച്ചു. അറസ്റ്റിൽ പ്രതിഷേധം തുടരുമെന്നാണ് ഇടയലേഖനത്തിൽ പറയുന്നത്. പാർലമെന്റിനകത്തും പുറത്തും പ്രതിഷേധമുണ്ടായിട്ടും കേന്ദ്ര സർക്കാർ വിഷയത്തിൽ ഇടപെട്ടില്ല എന്നും ഇടയലേഖനത്തിലുണ്ട്. എല്ലാ മതങ്ങൾക്കും രാജ്യത്ത് തുല്യ അവകാശമുണ്ടോ എന്ന് വ്യക്തമാക്കണമെന്നും നിലവിലെ സ്ഥിതി ആശങ്കയാണ് എന്നും ഫാദർ പോൾ തേലക്കാട്ട് പ്രതികരിച്ചു. പ്രതിഷേധിച്ചപ്പോൾ അവരുടെ പിറകോട്ട് വെച്ചു എന്നുള്ള ശരിയാണ്. ഒരു മെഴുക്കുപുരട്ടലാണ്. ആ മെഴുക്കുപുരട്ടലൊക്കെ നമുക്കുണ്ടാക്കാം. അവരുടെ പ്രത്യയശാസ്ത്രത്തിൽ എന്തെങ്കിലും മാറ്റത്തിന് അവർ തയ്യാറായിട്ടുണ്ട് എന്നതിന് യാതൊരു തെളിവും വന്നിട്ടില്ല. ബി.ജെ.പിയെ പിന്തുണച്ച് രംഗത്ത് വന്ന തലശ്ശേരി ആർച്ച് ബിഷപ്പിനെ തള്ളി ഇരിങ്ങാലക്കുട രൂപത അധ്യക്ഷൻ മാർ പോളി കണ്ണുക്കാടൻ രംഗത്ത് വന്നു. സഭയുടെ നിലപാട് പറയേണ്ടത് സഭാ അധ്യക്ഷന്മാരാണെന്നും വ്യക്തിപരമായ അഭിപ്രായങ്ങൾ സഭയുടെ അഭിപ്രായമല്ല എന്നും അദ്ദേഹം പറഞ്ഞു. ഓരോരുത്തർക്കും വ്യക്തിപരമായിട്ടുള്ള അഭിപ്രായങ്ങൾ ഉണ്ടായിരിക്കും. അഭിപ്രായങ്ങളെക്കുറിച്ച് വിലയിരുത്താനോ അതിനെക്കുറിച്ച് വിമർശിക്കാനോ അനുകൂലിക്കാനോ ഞാൻ തയ്യാറല്ല. ഇരിങ്ങാലക്കുട രൂപതയും തയ്യാറല്ല. അതേസമയം കന്യാസ്ത്രീകളുടെ അറസ്റ്റിൽ കോഴിക്കോട് അതിരൂപത സംഘടിപ്പിച്ച പ്രതിഷേധ പരിപാടിയിൽ നിന്ന് താമരശ്ശേരി രൂപത വിട്ടുനിന്നു. ജാമ്യം ലഭിച്ച സാഹചര്യത്തിൽ തുടർ പ്രതിഷേധങ്ങളിൽ പ്രസക്തിയില്ലെന്ന് കാണിച്ചാണ് മുൻകൂട്ടി നിശ്ചയിച്ച പരിപാടികളിൽ നിന്ന് താമരശ്ശേരി രൂപത ഒഴിഞ്ഞു മാറിയത്. മീഡിയ 1 തിരുവനന്തപുരം.